അഞ്ചാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പം 3-4 ദിവസമായിട്ടുണ്ട്. ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ടൊക്കെ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു ഡീപ്പ് ക്ലീൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വിചാരിച്ചു അത്യാവശ്യം എന്തോ ഒരു അഴുക്ക് പോലെയൊക്കെ തോന്നി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊന്ന് തൂത്ത് തുടയ്ക്കുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് വാക്വം ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഒന്ന് മോപ്പ് ചെയ്തെടുക്കുന്നത്. ഒരു 3-4 തവണ ഒന്ന് തുടച്ചെടുക്കും. അപ്പം കൊതുക് മീച്ചൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിങ്ങനെ കർപ്പൂരം പൊടിച്ചിട്ടിട്ടാണ് കേട്ടോ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ സന്ധ്യ ആയിരുന്ന സമയത്ത് നല്ലോണം കൊതുകുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ക്ലീനിങ് കഴിഞ്ഞു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ കിച്ചണിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ ഒരു നോമ്പ് കഞ്ഞി സ്ഥിരം ഉള്ള ആ ഒരു സെയിം റെസിപ്പി തന്നെയാണ്. കൈമ റൈസ് ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഒരു ഉലുവയും പിന്നെ ഒരു കഷ്ണം പട്ടയും ചെറിയൊരു കഷ്ണം തക്കോലവും 3 തൊണ്ടൻ മുളകും 8-10ഓളം ചെറിയ ഉള്ളി 8-10 അല്ലി വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു 2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ആ ഒരു കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ടേ ഒരു 4-5 വിസിൽ കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം 3-4 വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നത്തെ ഒരു 3-4 വിസിലൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താലും മതി. അപ്പം ആ ഒരു ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടും കേട്ടോ. അതിനോട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിടണം. ആ ഒരു പ്രഷർ തന്നെ പോയതിന് ശേഷം മാത്രം നമുക്ക് കുക്കറൊന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഇന്നലെ സ്നാക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടേ ഇന്ന് എന്തെങ്കിലും തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ഉള്ളിവട ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഉള്ളിവട ഒന്നും അങ്ങനെ ആർക്കും പോകില്ലെന്നാണ് തോന്നുന്നത് കേട്ടോ ഈ ഒരു നോമ്പ് സമയത്ത്. എന്തായാലും ഞാൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5-6 സവാള എടുത്തിട്ടേ ഒന്ന് ക്ലീൻ ചെയ്ത് സ്ലൈസ് ആക്കിയിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചിയും 1-2 തട്ട് കറിവേപ്പിലേക്ക് നിന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഈ ഒരു ഐറ്റംസിന് വളരെ കുറച്ച് മാത്രമേ ചേർക്കാൻ പറ്റൂ. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ. കാശ്മീരി പ്ലസ് നോർമൽ ചില്ലി പൗഡർ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു മുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ കാണിച്ച ഒരു സ്പൂണിന് 1 സ്പൂൺ നിറച്ച് തന്നെ കടലമാവ് എടുക്കുന്നുണ്ട്. പിന്നെ അതേ സെയിം അളവിൽ തന്നെ മൈദാമാവും പിന്നെ ഒരു ഒരു സ്പൂണിന് ഒരു 3/4 സ്പൂണോളം അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു നുള്ളു മാത്രം സോഡാപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, പക്ഷെ ഞാൻ വെറുതെ ചേർത്താണ് കേട്ടോ. സംഭവം പെട്ടെന്നൊന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തതാണ്. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഉടച്ചൊന്ന് കുഴച്ചൊന്നെടുക്കാം. വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല. നമ്മൾ ഈ ഒരു ഉള്ളി നന്നായിട്ട് ഉടച്ചെടുക്കും മതി എന്നുള്ള ഒരു നീരിറങ്ങും. എങ്കിലും നമുക്ക് കുഴയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ ഒരു 1-2 സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചൊന്ന് കുഴച്ചൊന്ന് എടുക്കാം. പിന്നെ ഇത് ആ ഒരു കഞ്ഞിക്കുള്ള അരപ്പിന് വേണ്ടിയിട്ടാണ് 1/2 കപ്പോളം തേങ്ങ ചിരകിയതിലോട്ട് ഒരു 4 ചെറിയ ഉള്ളിയും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണേ. അപ്പോൾ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കുക്കറിൻ്റെ പ്രഷറൊക്കെ തന്നെ പോയതിന് ശേഷം കുക്കറിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു സ്മാഷർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇട്ട ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മുളകും ഒന്നും അറിയാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണേ. ഒരു തടിത്തവി കൊണ്ടൊന്ന് ഉടച്ചെടുത്താലും മതി, അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്മാഷർ ഉണ്ടെങ്കിലേ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താലും മതി. കഞ്ഞി പല രീതിയിൽ തയ്യാറാക്കാറുണ്ട്. ഇതിൽ ഇനിയും കുറേ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് അങ്ങനെയും തയ്യാറാക്കാം. നമുക്ക് വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ തയ്യാറാക്കാം. അല്ലെങ്കിൽ മട്ടനോ അങ്ങനെ ബീഫ് ഇട്ട് തയ്യാറാക്കുമെന്ന് എനിക്കറിയണം. മട്ടനും ചിക്കനും ഇടുമെന്ന് തോന്നുന്നു. എന്തായാലും മട്ടൻ ചേർത്തിട്ട് ഇറച്ചിക്കഞ്ഞി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ചിട്ട് ഇതിലെ വിഭവങ്ങൾക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസിനുണ്ടല്ലോ മാറ്റങ്ങൾ വരുത്താം കേട്ടോ. കൂടുതൽ ഇതൊരു ബേസിക് ആയിട്ടുള്ളൊരു നോർമൽ കഞ്ഞിയാണ്. പിന്നെ ഇതാ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും ആവശ്യത്തിന് വെള്ളം. ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കെറ്റില്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം വെള്ളം നമ്മൾ നോക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതിയാകും. അപ്പോൾ ഞാൻ പറയുന്നത് അപ്പോൾ ഈ കഞ്ഞിയിൽ നമ്മൾ പല രീതിയിലും തയ്യാറാക്കി എടുക്കാറുണ്ട് കേട്ടോ. ഇതൊരു ബേസിക് കഞ്ഞി മാത്രമാണ്. നമ്മൾ പൊതുവേ സാധാരണ ഒരു നോമ്പ് കഞ്ഞി ചെമ്പ പച്ചരിയില്ലേ അതിലാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു പർച്ചേസിനൊന്നും അധികമൊന്നുമല്ല ഞാൻ പോയിട്ടില്ലായിരുന്നു കേട്ടോ. നോമ്പിന് വേണ്ടിയിട്ട് പർച്ചേസിനായിട്ട് ഞാൻ ഇറങ്ങിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ വന്നിട്ടില്ലായിരുന്നു കേട്ടോ വീട്ടിലോട്ട്. പിന്നെ ഞാൻ ഉള്ളത് വെച്ച് ഓണം പോലെ എന്ന് പറഞ്ഞ കണക്ക് നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ള സാധനം വെച്ച് തട്ടിക്കുട്ടി അങ്ങ് പോകുന്നുള്ളേ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷ നോമ്പിൻ്റെ ഒരു റെസിപ്പി കിട്ടിയ സമയത്തും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സാധാരണ ഇതിൻ്റെ അകത്ത് ആശാള വിത്തൊക്കെ ചേർക്കും. അത് കുറച്ചും കൂടെ ഒന്ന് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. പിന്നെ ചിലർക്ക് ഇതിൻ്റെ അകത്ത് ഇത് വറവിടാറുണ്ട് കേട്ടോ. നെയ്യും എണ്ണയൊക്കെ ചേർത്തിട്ട് വറുത്ത് ചെറുള്ളി അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് വറുത്തൊഴിക്കാറുണ്ട്. അപ്പം ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. കഞ്ഞി കുടിക്കുന്നതിനാണ് കുറച്ചൊന്ന്
ഒരു റിലാക്സേഷൻ കേട്ടോ. പിന്നെ അതിൽ കൊണ്ടിട്ട് നെയ്യും എണ്ണയും ഒഴിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് അതൊന്നും ഞാൻ ചേർത്ത് കൊടുക്കാത്തത് തന്നെ. പിന്നെ ഉപ്പ് കുറച്ച് കഞ്ഞി കൂടുതലുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് അറിഞ്ഞുകൂടാ. സാധാരണ എന്നും ഇടുന്നത് സെയിം അളവിന് തന്നെയായിരുന്നു. എങ്കിലും കഞ്ഞി ഞാൻ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് വന്ന സമയത്ത് കുറച്ചൊന്ന് സാധാരണ വയ്ക്കുന്നതിന് അല്പം കൂടുതൽ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കഞ്ഞി തിളപ്പിക്കാനായിട്ട് പാടില്ല. ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കുക്കറിൻ്റെ അടപ്പൊന്ന് അടച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു മുട്ടക്കറിക്ക് വേണ്ടിയിട്ടാണ് ആ മുട്ട ഒന്ന് ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടേ. ആ ഒരു ഉള്ളിവടയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ഓയിൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ തയ്യാറാക്കിയെടുക്കാൻ മെയിനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്തെ ഈ ഒരു ഉള്ളിവടയ്ക്കുള്ള ആ ഒരു ഫില്ലിംഗ് കൊണ്ടുള്ളത് നമ്മൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൈകൊണ്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ബോൾസ് ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് ആ ഒരു എണ്ണയിലോട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതിയായി. അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് എണ്ണ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കണം. എന്നിട്ട് ഫ്ലെയിം നല്ലോണം കുറച്ച് വയ്ക്കണേ. എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു ഓരോ ബോൾസായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് രണ്ട് സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. എണ്ണയിൽ നമ്മൾ കോരുന്ന സമയത്ത് ഫ്ലെയിം നല്ലോണം കൂട്ടി വെച്ചിട്ടേ നമ്മളിത് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പം ഓയിൽ അത് ഒരുപാട് വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി കിട്ടും. അതിന് വേണ്ടിയിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമ്മളിത് എണ്ണയിൽ നിന്ന് എടുക്കുന്നത് തന്നെ. അപ്പോൾ അതാ ഒരു ബാച്ച് ഉള്ളിവട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റുന്നുണ്ട്. ഒരു ബാച്ച് ഉള്ളിവട റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ബാച്ചും അതുപോലെ തന്നെ ഞാൻ എണ്ണയിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് സൈഡും ഒരുപോലെ തന്നെ അതും ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അതൊന്ന് റെഡിയായി വരട്ടെ. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സപ്പോർട്ടയാണ് കേട്ടോ. അപ്പോൾ കുറേ പഴുത്തിരിപ്പുണ്ടായിരുന്നു. ഷേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് കുരുവൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതായി ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുള്ളത് മുട്ടക്കറി തയ്യാറാക്കി എടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 3-4 സവാള ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് സ്ലൈസാക്കി വെച്ചതാണ് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കുക്കറിൽ വെക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കൈയെടുക്കാതെ വഴറ്റി കൊടുക്കണമെന്നില്ലല്ലോ. ജസ്റ്റ് നമുക്കൊന്ന് വഴറ്റിയതിന് ശേഷം കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ച് ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഉള്ളി അവിടെ നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടിക്കോളും. കറിക്കൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ചൊന്ന് കടിക്കാൻ കിട്ടുന്ന പാകത്തിൽ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു മുട്ട നമ്മളൊരു റോസ്റ്റ് പോലെ ചില സമയത്ത് നമ്മൾ തയ്യാറാക്കി എടുക്കുമല്ലോ. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്തൊന്നും വഴറ്റിയെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഉള്ളി കടിക്കാൻ കിട്ടുമ്പോൾ അതിനൊരു വേറൊരു ടേസ്റ്റാണ്. പക്ഷേ ഇതൊരു കറിപ്പാകത്തിന് മൊത്തത്തിലൊന്ന് ഒരു ഉള്ളി ഒന്ന് വെന്ത് അലിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കുക്കറിൽ തയ്യാറാക്കി എടുക്കുന്നത്. എന്നിട്ട് അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ. ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും പിന്നെ ഒരു ചെറിയൊരു തക്കാളി ഒന്ന് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ആ ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടേ ഒന്ന് വഴറ്റിയതിന് ശേഷം കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ടൊന്ന് ഒരു 3-4 വിസിൽ കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ഒരു പ്രഷർ കൊടുത്താൽ മതിയേ, കൂട്ടി വയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി ആ ഒരു സപ്പോട്ട ഷേക്കിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു മിക്സി ജാറിലേക്ക് നമ്മളത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സപ്പോട്ട മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് പാലാണ് കേട്ടോ. പാല് ഞാൻ ഓൾറെഡി തിളപ്പിച്ച് പിന്നെ തണുപ്പിച്ച് പിന്നെയും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഒന്നെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് കട്ടിയാക്കി എടുക്കാം. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ബെറ്റർ ആയിരിക്കും. സത്യം പറഞ്ഞാൽ ഈ ഒരു മരത്തിനുണ്ടല്ലോ, ഈ ഒരു സപ്പോട്ടയിൽ സീസൺ ഇല്ലാതെ ഇങ്ങനെ കായ്ച്ചുകൊണ്ടിരിക്കുമായിരുന്നേ. നമ്മൾ ഇതുവരെ അതിൽ നിന്ന് പറിച്ചിട്ടേയില്ല. ഒരു പ്രാവശ്യം എന്തോ ഒരു 3-4 പറിച്ച് നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ പഴുപ്പിച്ച് കണക്ക് ജ്യൂസ് എന്തോ അല്ലെങ്കിൽ നമ്മൾ വെറുതെ അങ്ങ് കഴിച്ച് തീർത്തതല്ലാതെ ബാക്കിയെല്ലാം ഇങ്ങനെ വവ്വാൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു കേട്ടോ. നമ്മൾ പറിക്കേ ചെയ്യില്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ തേങ്ങ വെട്ടിക്കാൻ വേണ്ടി ആൾ വന്ന സമയത്ത് അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഒരു പറിച്ചു തന്നെ കേട്ടോ ഇല്ല. അപ്പോൾ അത് വെച്ച് തന്നപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാം പഴുത്ത് കിട്ടും. കുറേ പഴുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇങ്ങനെ കൊല പോലെ കായ്ക്കുമായിരുന്നു കേട്ടോ. ഒരു 2-3 വർഷം കൊണ്ട് കായ്ക്കുന്നതാണ്. പക്ഷേ നമുക്കിപ്പോഴാണ് ഇതിനെ കൊണ്ടൊരു ഉപയോഗം ഉണ്ടായത് തന്നെ. അപ്പോൾ അത് അതിലേക്ക് ആവശ്യത്തിന് മധുരം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1-2 ടീസ്പൂണോളം ബൂസ്റ്റിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതാ പാലാണ് കേട്ടോ. ഞാൻ ഒരു 3-3.5 കപ്പോളം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 5 ഗ്ലാസ് ജ്യൂസിന് കറക്റ്റ് അളവാണ്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ആ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള ജ്യൂസ് ഞാൻ ഒരു ഗ്ലാസ് ജാറിലോട്ടൊന്ന് മാറ്റുന്നുണ്ട്. ഇത് കറക്റ്റ് ഒരു 5 ഗ്ലാസ് ജ്യൂസ് കിട്ടുന്നുണ്ട്. സാധാരണ ജ്യൂസൊക്കെ കുടിക്കുന്ന ഒരു വലിയ ഗ്ലാസ് ഇല്ല, അതിനാണ് ഒരു 5 ഗ്ലാസ് ജ്യൂസ് കറക്റ്റായിട്ട് കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിലുള്ള നമ്മൾ വേറെ അഡീഷണൽ വളമോ അങ്ങനെ ഒന്നും ചേർക്കാതെ തയ്യാറാക്കി കിട്ടുന്നതല്ലേ ഇത്.
എന്തായാലും അതിൻ്റേതായ ഒരു ഗുണം അതിനുണ്ടായിരുന്നു സത്യം പറഞ്ഞു. പിന്നെ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് നേരം വെച്ചിരുന്നത്. അതിൻ്റെ ഒരു കുക്കറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പെപ്പറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്തെടുക്കാം കേട്ടോ. പിന്നെ 1 കപ്പോളം തേങ്ങാപ്പാലാണ്. ഇത് കോക്കനട്ട് മിൽക്ക് പൗഡറാണ് കേട്ടോ. അത് ഞാൻ ചൂടുവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്താണ്. അതും പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പുഴുങ്ങി തൊലി കളഞ്ഞ് കഴുകിയെടുത്തിട്ടുള്ള മുട്ട തന്നെ കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാം ഇളക്കി യോജിപ്പിച്ചിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ കട്ട് ഫ്രൂട്ട്സും നോമ്പ് കഞ്ഞിയും പിന്നെ നമ്മുടെ ആ ഒരു സപ്പോട്ട ഷേക്ക് അല്ലെങ്കിൽ ചിക്കൂസ് ഷേക്ക് ജ്യൂസൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ. അതൊക്കെ ഞാൻ ഗ്ലാസ്സിലോട്ടൊന്ന് ഒഴിച്ചു വയ്ക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു കറിക്ക് വേണ്ടിയിട്ട് കാപ്പിയായിട്ടൊന്നും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പുറത്തുനിന്നാണ് പൊറോട്ടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പൊറോട്ടയും ചിക്കൻ ഫ്രൈയും പിന്നെ ആ ഒരു മുട്ടക്കറി. കാലിന് നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കാനായിട്ട് നിൽക്കാത്തത്. പിന്നെ കട്ടൻ ചായ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അത്താഴത്തിനൊക്കെ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ 5ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നോമ്പ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോയും കുഞ്ഞു റെസിപ്പിയൊക്കെയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യും.